വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജീജ ജഗൻ. ലക്ഷ്യസ്ഥാനം മുന്നിൽ കണ്ടാണ് ഓരോ യാത്രയും ആരംഭിക്കുന്നത്. ചെറുതും വലുതുമായ ധാരാളം യാത്രകൾ നിത്യജീവിതത്തിന്റെ ഭാഗമാണെങ്കിലും എല്ലാ യാത്രകളും വിജയത്തിലേക്ക് നയിക്കപ്പെടണമെന്ന് നിർബന്ധമില്ലല്ലോ. യാത്രാവസാനത്തിൽ ചിലപ്പോൾ പരാജയവും നമ്മെ കാത്തിരിക്കുന്നുണ്ടാവാം. യാത്രകളുടെ ആരംഭം മുതൽ അവസാനം വരെ താണ്ടുന്ന ഒരു ദൂരമുണ്ട്. ഇടയ്ക്കുള്ള ഈ സമയം എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു എന്നാലോചിക്കാം. ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് യാത്ര ചെയ്യുമ്പോൾ വഴിയോര കാഴ്ചകളിലൊന്നും കണ്ണുടക്കിയെന്ന് വരില്ല. അങ്ങനെയുള്ള യാത്രകൾ എത്രമാത്രം വിരസമായിരിക്കും. വഴിവക്കിലെ കാഴ്ചകൾ ആസ്വദിച്ചും സഹയാത്രികരോട് സൗഹൃദം പങ്കുവച്ചും നടത്തുന്ന യാത്രകൾ തന്നെയാണ് ആസ്വാദ്യകരമാവുക എന്നതിന് സംശയമില്ല. ഒരു തരത്തിൽ ജീവിതവും ഒരു യാത്രയാണെന്ന് പറയാം. ഈ യാത്രയുടെ അവസാനം മരണമാണെന്ന മഹാസത്യം എത്രയൊക്കെ മറച്ചുവെച്ചാലും പൂർണ്ണമായും ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ എങ്ങനെ സാധിക്കും? എങ്കിൽ അങ്ങനെയൊരു യാത്രാവസാനത്തെക്കുറിച്ചേറെ ആകുലപ്പെടാതെ ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ച അനർഘ നിമിഷങ്ങൾ ആസ്വാദ്യകരമാക്കുക എന്നതു തന്നെയല്ലേ നമുക്ക് ചെയ്യാനുള്ളത്. കുറഞ്ഞ ഭാരം യാത്ര സുഖകരമാക്കും എന്നാണല്ലോ. അങ്ങനെയെങ്കിൽ ആകുല ചിന്തകളാവും നമ്മളേറ്റുന്ന ഏറ്റവും വലിയ ഭാരം. മനസ്സിൻ്റെ കനം കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല വഴി ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക എന്നതാണ്. പൂവിരിയുന്നതും പുഴയൊഴുകുന്നതും നമുക്കും കൂടി വേണ്ടിയാണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാം. ഒരിക്കലൊരു തീവണ്ടി യാത്രയ്ക്കിടയിൽ ഒരു സന്യാസിയോട് സഹയാത്രികൻ കയ്യിൽ കരുതിയ ഭാണ്ഡത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു. ആത്മീയ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയൊരു കരുതലിൻ്റെ ആവശ്യമുണ്ടോ എന്നു തന്നെയാണ് ആ ചോദ്യത്തിൻ്റെ പൊരുൾ. മറുപടിയായി പുഞ്ചിരിക്കുക മാത്രം ചെയ്ത ആ മഹായോഗി പുഴയ്ക്കരികിലൂടെ തീവണ്ടി കടന്നുപോയപ്പോൾ തൻ്റെ കയ്യിലുള്ള ഭാണ്ഡം നിസാരമായി വെള്ളത്തിലേക്കെറിഞ്ഞു. അമ്പരന്നു പോയ യാത്രക്കാരനോട് നിങ്ങൾക്കിത് സാധിക്കുമോ എന്ന് സന്യാസി ചോദിക്കുന്നു. വിലപ്പെട്ട വസ്തുവകകൾ അടങ്ങിയ തൻ്റെ ബാഗ് വലിച്ചെറിയുന്നതിനെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും അയാൾക്കാകുമായിരുന്നില്ല. യോഗിക്ക് ഇത് സാധിച്ചത് ഏത് സാഹചര്യത്തിലും അതിജീവനത്തിന് തയ്യാറായ, ഭാവിയെക്കുറിച്ചേറെ ആകുലപ്പെടാത്ത ഒരു മനസ്സുള്ളതുകൊണ്ടാണ്. അതിനാൽ തന്നെ ജീവിതയാത്രയിലും കാഴ്ചകൾ ആസ്വദിച്ച് സഹയാത്രികരെ പരിഗണിച്ച് മനസ്സിൻ്റെ ഭാരം ലഘൂകരിച്ച് മുന്നോട്ടു പോകാം. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത്. സ്വയം സന്തോഷിക്കാനായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ആനന്ദം നൽകണമെന്ന ഗുരുവാക്യം അതുപോലെ പ്രാവർത്തികമാക്കിയില്ലെങ്കിലും നമ്മുടെ സന്തോഷങ്ങൾ അന്യർക്ക് പ്രയാസമുണ്ടാകാതിരിക്കാനെങ്കിലും ശ്രമിക്കാം. കാരണം ഈ ഭൂമിയിൽ സമാധാനമായി കഴിയാനുള്ള അവകാശം എല്ലാവർക്കും തുല്യമാണെന്നതു തന്നെ. മാത്രമല്ല, നമ്മൾ കാരണം മറ്റുള്ളവർക്ക് വിഷമമുണ്ടായാൽ നമ്മുടെ മനസ്സും കൂടെയാണല്ലോ അസ്വസ്ഥമാവുന്നത്. യാത്രകൾ പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്ന അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. പല നാടിൻ്റെ സംസ്കാരങ്ങൾ അടുത്തറിയുമ്പോൾ എവിടെയാണെങ്കിലും മനുഷ്യരുടെ സുഖദുഃഖങ്ങൾ സമാനമാണെന്ന തിരിച്ചറിവിലേക്ക് നാം നടന്നെടുക്കുന്നു. ജീവിതയാത്രയിൽ ആനന്ദിക്കാൻ വലിയ ലക്ഷ്യസ്ഥാനങ്ങളും നേട്ടങ്ങളും തന്നെ വേണമെന്ന നിർബന്ധം വെടിഞ്ഞ് സഹയാത്രികരെ ചേർത്തു നിർത്തി സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കിട്ട് നമ്മുടെ മനസ്സിൻ്റെ പിരിമുറുക്കവും കുറയ്ക്കാം. മഹാകവി അക്കിത്തം പാടിയതുപോലെ മറ്റൊരാൾക്കായി പൊഴിക്കുന്ന കണ്ണുനീരിൽ 1000 സൂര്യബിംബങ്ങൾ ഉദിക്കുമെന്നും വേറൊരാൾക്ക് നൽകുന്ന പുഞ്ചിരിയാൽ ഹൃദയത്തിൽ നിർമ്മലമായ നിലാവുദിക്കുമെന്നും പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണെന്ന് അനുഭവിച്ചറിയാൻ ശ്രമിക്കാം. ഹ്രസ്വമായ ഈ ജീവിതയാത്രയിൽ ചുറ്റുമുള്ള കാഴ്ചകളിലെ സൗന്ദര്യാംശം തിരിച്ചറിഞ്ഞ് സഹയാത്രികരെ സഹാനുഭൂതിയോടെ പരിഗണിച്ച് നന്മയുള്ള മനസ്സുമായി തന്നെ ഓരോ പുലരിയെയും സ്വീകരിക്കാം. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ജീജ ജഗൻ.